നമസ്കാരം. മോഡറേറ്റർ എത്തും മുൻപേയുള്ള സമയം നിശബ്ദമാക്കണ്ട എന്ന് കരുതി ഞങ്ങൾ ശബ്ദിക്കാമെന്ന് വിചാരിക്കുകയാണ്. നിശബ്ദതയുടെ ദേശങ്ങൾ എന്നുള്ളത് മലയാള കവിതയെ സംബന്ധിച്ചിടത്തോളം ഒരു നിരന്തരമായ ഒരു പ്രമേയമാണ്. ഇപ്പം ഞങ്ങളുടെ കവിതയിലേക്കൊക്കെ വരുന്നതിന് മുൻപ് നിശബ്ദത, ശരിക്കും ആദ്യം ശബ്ദം എന്നുള്ള വാക്ക് തത്വചിന്താപരമായിട്ടും വ്യാകരണപരമായിട്ടൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. മോഡേണിറ്റി അല്ലെങ്കിൽ പുതുലോകത്തിൻ്റെ സ്പർശം വരുമ്പോഴാണ് നിശബ്ദതയ്ക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അറിയാം, ശബ്ദവും നിശബ്ദവും, ശബ്ദമില്ലാത്ത അവസ്ഥയാണല്ലോ നിശബ്ദത, നിർഗതമായ ശബ്ദത്തോട് കൂടിയത്, അതാണ് നിശബ്ദത്തിൻ്റെ അർത്ഥം. അതെപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ ആ നിശബ്ദതയെ നിർവചിക്കാൻ കവികൾ തുടങ്ങിയത് മഹാകവി കുമാരനാശാൻ്റെ കാലത്തൊക്കെയാണെന്നാണ് എൻ്റെ ഒരു, അല്ലെങ്കിൽ ആ നിശബ്ദതയെ പറ്റി അത്രയധികം പറഞ്ഞിട്ടുള്ളത് ആശാനാണ്. ലോകകവി എന്ന് തന്നെ നമ്മൾ വിളിക്കേണ്ട അത്രയും വലിയ കാവ്യപ്രതിഭയാണ് കുമാരനാശാൻ. അപ്പോൾ അതിൽ നിശബ്ദതയ്ക്ക് പല 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 അർത്ഥങ്ങളുണ്ടായിരുന്നു. അതിൽ പ്രരോദനം എന്നുള്ളത് പറയുന്നത് ആശാൻ AR രാജരാജവർമ്മ എന്ന നിരൂപകനും നളിനിക്ക് അദ്ദേഹത്തിനെ കൊണ്ടാണ് അവതാരിക എഴുതിച്ചത്. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ എഴുതിയതാണ്. അന്ന് ആലോചിക്കുമ്പോൾ 1920കളിൽ ഒരു ഈഴവ വിഭാഗത്തിൽപ്പെട്ട ഒരു കവിയും ഒരു വലിയ അഭിജാതനായിട്ടുള്ള ഒരു വർമ്മയും തമ്മിലുള്ള ഒരു ബന്ധം എങ്ങനെ രൂപപ്പെട്ടു എന്നുള്ളതിൻ്റെ നിശബ്ദ ഘടന കൂടി പ്രരോദനത്തിനുണ്ട്. രോദനം ഒരു കരച്ചിലാണല്ലോ, പ്രകർഷേണയുള്ള രോദനമാണ് പ്രരോദനം. വലിയ അലമുറയിട്ട് കരയുള്ള കരച്ചിലാണ്. പക്ഷേ ആ കരച്ചിലിൽ ആശാൻ നിശബ്ദതയെയും കൊണ്ടുവന്നിട്ടുണ്ട്. അതിലെ ഒരു ശ്ലോകം ഇങ്ങനെയാണ്: ലോകത്തെ ജഡമാക്കി നിർഭര നിഷീധത്തിൻ്റെ സന്താനമാം മൂകത്വത്തെ മുതിർന്നു തൻ മുല കുടിപ്പിക്കും മഹത്വത്തോടും ഹാ കർണങ്ങളിൽ ഉഗ്ര ശംഖമുരജധ്വാനങ്ങൾ ഏൽക്കാതെയും ഭൂകമ്പിക്കിൽ അറിഞ്ഞിടാതെയും ഇതാ പൊങ്ങുന്നു നിശബ്ദത, ഇതാ പൊങ്ങുന്നു നിശബ്ദത എന്നാണ് പറയുന്നത്. നിശബ്ദത പൊങ്ങി വന്ന് നമ്മുടെ ചുറ്റും ഒരു ദ്വീപ് പോലെ നമ്മളുടെ ഒറ്റ ഇതാക്കുകയാണ്. അതിൽ ലോകത്തെ ജഡമാക്കുക എന്ന് പറയുമ്പോൾ എല്ലാ പ്രവൃത്തിയും കടഞ്ഞ് നമ്മളെ ഇരുട്ടിലേക്ക് വീഴ്ത്തുന്ന, ഉറക്കത്തിലേക്ക് ആഴ്ത്തുന്ന ആ നിശീതത്തിൻ്റെ സന്താനമാണ് മൂകത. ആ രാത്രിയുടെ സന്താനമാണ്. എപ്പോഴും രാത്രിയും ഏകാന്തതയും തമ്മിലൊരു ബന്ധം കവികളെല്ലാവരും കാണുന്നുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിലും അതുണ്ട്. ആ മൂകത്വത്തെ തൻ്റെ മുല കുടിപ്പിക്കുന്ന മഹത്വത്തോടും കൂടിയാണ് നിശബ്ദത പൊങ്ങുന്നത്. ആ നിശബ്ദത എന്ന് പറഞ്ഞാൽ ഒരു ഭൗതികമായ നിശബ്ദത മാത്രമായിരുന്നില്ല. കാരണം ഈ ശബ്ദത്തിന് രണ്ടവസ്ഥകളുണ്ടല്ലോ, നല്ല ശബ്ദമുണ്ട്, ചീത്ത അവസ്ഥകളുണ്ട്. ശബ്ദത്തിനൊക്കെ തന്നെ ശബ്ദധാരാവലി നോക്കിയാലും അമരകോശം നോക്കിയാലൊക്കെ നൂറായിരം പര്യായങ്ങളുണ്ട്. ഓരോന്നിനും വേറെ വേറെ അർത്ഥധ്വനികളുമുണ്ട്. അപ്പം ഇതിൽ അദ്ദേഹം ആ നിശബ്ദതയിൽ രണ്ട് ജാതികൾ തമ്മിൽ എങ്ങനെ അറിവിൻ്റെ പാതയിലൂടെ, അല്ലെങ്കിൽ സാഹിത്യത്തിൻ്റെ ഭാഷയിലൂടെ, സ്നേഹത്തിൻ്റെ ഭാഷയിലൂടെ കേരളത്തിൽ ഇനി സംവാദം സാധ്യമാണ്. ആ നിശബ്ദതയുടെ ഉള്ളിൽ സ്നേഹത്തിൻ്റേതായിട്ടുള്ള പുതിയൊരു ലോകം ഉയർത്തി വരുന്നുണ്ട് എന്നൊക്കെയാണ് ആശാൻ ഉദ്ദേശിച്ചതെന്ന് ഞാൻ കരുതുന്നു. നിശബ്ദതയെപ്പറ്റി നിങ്ങൾക്കെല്ലാം അറിയാവുന്ന വേറെ ഒരു വരി കരുണയിലുണ്ട്: ജനരഹിതമാം മേലെ കരയിൽ അങ്ങിങ്ങു കരിമ്പനയും പാറയും പുറ്റും പാഴ്ചെടികളും വെളിയിടങ്ങളും വായിക്കും സ്ഥലം കാണാം ശൂന്യതയ്ക്കു കളിപ്പാൻ ഒരുക്കിയിട്ട കളം കണക്കെ. ശൂന്യതയ്ക്ക് കളിക്കാനായിട്ട് ഇട്ട ഒരു കളം പോലെയാണ് വാസവദത്ത അവയവമെല്ലാം മുറിച്ച് അവിടെ കിടക്കുമ്പോൾ ആശാൻ അത് ചിത്രീകരിക്കുന്നത്. അങ്ങനെ നിശബ്ദത എപ്പോഴും പുതിയ ഒന്നിലേക്കുള്ള പരിവർത്തനത്തിൻ്റെ ഒരു ഗർഭപാത്രമായിട്ടാണ് ആശാൻ ഉപന്യസിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്. അതിൻ്റെ തുടർച്ചയിലാണ്, എൻ്റെ തുടർച്ച ഏറ്റവും അറ്റത്തെത്തി നിൽക്കുന്ന കവികളാണ് ഞങ്ങളെല്ലാം. ഇനി കെ രാജഗോപാലിന് ഞാൻ മൈക്ക് കൈമാറും മുമ്പേ, രാജഗോപാലും അതെ, ഈ പഴയ ഒച്ചകളും പഴയ ഒച്ചയില്ലായ്മകളും
കവിതയിൽ അടയാളപ്പെടുത്തുന്നതിൽ വളരെ സൂക്ഷ്മ ശ്രദ്ധ കാണിക്കുന്ന കവിയാണ്. അദ്ദേഹം എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ഹലോ, പ്രിയപ്പെട്ടവരെ, നട്ടുച്ചയ്ക്ക് നിശബ്ദതയെപ്പറ്റി പറയാവുന്ന ഏറ്റവും നല്ല ഒരു ആമുഖം ഗിരിജ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഈ വിഷയത്തെ സമീപിക്കുന്നത് വളരെ സങ്കീർണമായ ഒന്നായിട്ടാണ്. കാരണം നിശബ്ദതയുടെ ദേശം എന്ന് പറയുമ്പോൾ അതിൽ നിശബ്ദതയുണ്ട്, ദേശമുണ്ട്. നിശബ്ദത എന്ന് പറയുന്നത് അതിൻ്റെ വ്യാഖ്യാന സാധ്യതകൾ നമ്മൾ തേടുമ്പോൾ വളരെ ബോധപൂർവമുള്ള ഇടപെടലുകളിലൂടെ നിശബ്ദമാക്കപ്പെടുന്ന ലോകം, അഥവാ എഴുത്തിലും ഭാഷയിലും മുഴക്കങ്ങൾക്ക് വേണ്ടി സ്വയം നിശബ്ദമാകുന്ന ലോകം, ഇങ്ങനെ രണ്ട് ലോകങ്ങൾ അതിലുണ്ട്. ദേശം എന്നതിലും ഈ ഒരു പ്രശ്നമുണ്ട്. ദേശമെന്ന് സാമാന്യേന നമ്മൾ വിവക്ഷിക്കുമ്പോൾ അതിൽ തന്നെ ഒരു പ്രദേശം അടങ്ങുന്നുണ്ട്. ഇതിന് രണ്ടിനെയും നമുക്ക് ഒരു അർത്ഥത്തിൽ സമീപിക്കാനാവില്ല. ദേശമെന്ന് പറയുമ്പോൾ ഒരു രാഷ്ട്രം അല്ലെങ്കിൽ ഒരു നാഷണാലിറ്റി, ഒരു ദേശീയത, അതിലേക്ക് പോകുന്നെങ്കിൽ പ്രദേശം എന്ന് പറയുമ്പോൾ വളരെ സ്വകാര്യമായ അല്ലെങ്കിൽ ആനുഭവികമായി നമുക്ക് ആർക്കൈവ് ചെയ്യാനുള്ള കവിത എഴുതുന്നവരാണ് ഞങ്ങൾ എന്നുള്ളത് കൊണ്ട് ആ കവിതയുടെ ആ ഒരു പരിസരത്തിലേക്ക് ഈ ഒരു വിഷയത്തെ കൊണ്ടുവന്നാൽ അതിനുള്ളൊരു മാർഗം എന്നുള്ളതിൽ പ്രദേശത്തെ അടയാളപ്പെടുത്തുക എന്ന് പറയുന്നതും ദേശത്തെ അടയാളപ്പെടുത്തുക എന്ന് പറയുന്നതും തമ്മിലും വ്യത്യാസമുണ്ട്. ഇപ്പോൾ ദേശത്തെ എഴുതുന്നതാണ് എഴുത്ത് എന്ന് 80കളിൽ KGS ആണ് ആദ്യം ഒരു എഴുത്തിനൊരു നിർവചനം എന്നുള്ളത്. ദേശത്തെ എഴുതുന്നതാണ് എഴുത്ത് എന്ന് പറയും. അപ്പോൾ അവിടെ ഈ രണ്ടർത്ഥങ്ങളും വരുന്നുണ്ട്. മറ്റൊരു സങ്കീർണത എന്ന് പറയുന്നത് വളരെ ബഹുലമായ, വളരെ മുഖരമായിട്ടുള്ള, വളരെ ശബ്ദഭരിതമായിട്ടുള്ള ഒരു ലോകത്ത്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ വളരെ സൂക്ഷ്മമായ വെളിപാടുകൾ വേണ്ട എടുത്ത് അതിലുപരി വിളംബരങ്ങൾ ആധിപത്യം നേടുന്ന ഒരു ലോകത്ത് നിങ്ങൾ എന്തായിരുന്നു എന്നതിനേക്കാൾ നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു ലോകത്ത്, പരസ്യപ്പെടുത്തലിൻ്റെ ഒരു ലോകത്ത്, മറ്റുള്ളവർ ഒച്ച താഴ്ത്തിയാൽ മാത്രം തങ്ങളുടെ ഒച്ച മുഴങ്ങിക്കേൾക്കണം എന്ന് പറയുന്ന ആങ്കർമാരുടെ ലോകത്ത്, അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു സംസാരിക്കുമ്പോൾ നിങ്ങൾ സ്വല്പം ഒന്ന് ഒച്ച താഴ്ത്താമോ എങ്കിൽ മാത്രമേ ഞങ്ങൾ പറയുന്നത് കേൾക്കുകയുള്ളൂ എന്നാണ്. അങ്ങനെ തമസ്കരിക്കപ്പെടുന്ന മുഴക്കങ്ങൾക്ക് മേൽ ഒച്ചകൾ വലിയ സ്വാധീനം നേടുന്ന ഒരു ലോകത്ത് ഈ നിശബ്ദതയുടെ ഒരു ദേശം സാധ്യമാണോ? ഒരുപക്ഷെ നിശബ്ദതയുടെ ദേശം സാധ്യമാണെങ്കിൽ ആ ദേശത്തിൻ്റെ മാതൃഭാഷ തീർച്ചയായിട്ടും കവിതയായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ ഒച്ചകളുടെയും മുഴക്കങ്ങളുടെയും കാര്യം ഗിരിജ പറഞ്ഞു. വളരെ സ്വകാര്യമായ ഒരു അനുഭവം എനിക്കുള്ളത്, ഇതിനെ വളരെ സൂക്ഷ്മമായി നമ്മുടെ കാലത്തെ ഏറ്റവും വലിയ ഒരു കവി ആറ്റൂർ രവിവർമ്മ എങ്ങനെ ഇതിനെ കണ്ടു എന്നുള്ളതാണ്. ഞാനൊരു സ്വകാര്യ അനുഭവം പറയാം. ഞാൻ ഗുരുവായൂരിൽ ഉത്സവ തായമ്പക കേൾക്കുകയാണ്. അപ്പോൾ വളരെ പ്രശസ്തനായ, വളരെ പ്രഗത്ഭനായ ഒരു വാദ്യകാരൻ്റെ പേര് പറയുന്നില്ല, തായമ്പക കലാശിച്ച് കഴിഞ്ഞിട്ട് അവിടെ ഉള്ളവരെല്ലാം തന്നെ അതിനെ വല്ലാതെ നന്നായി എന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് തന്നെ മാഷിരിപ്പുണ്ട്. ഒരേ തൂണും എൻ്റെ രണ്ട് സൈഡിലായിട്ട് ഞങ്ങൾ ഇരുന്ന് കേൾക്കുക. ഞാനും അവരോടൊപ്പമാണ്. വളരെ ഗംഭീരമായി തായമ്പക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ബോധത്തോടു കൂടി തന്നെ ഞാൻ മാഷിനോട് ചോദിച്ചു, മാഷ് എന്തു പറയുന്നു? മാഷൊന്നും പറയുന്നില്ല. അപ്പോൾ എന്തു പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ നന്നായില്ലേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ മാഷ് പറഞ്ഞ ഒരു കാര്യം, നന്നായി, വളരെ നന്നായി. എന്നിട്ട് ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം മാഷ് ചോദിച്ചു,
പക്ഷേ ഒച്ച അല്പം കൂടിയോ, ലേശം ഒച്ച കൂടിയോ എന്നൊരു സംശയം എന്ന് മാത്രം. ഈ നിശബ്ദതയുടെ സ്പേസിനെ അങ്ങനെ ഇത്ര സൂക്ഷ്മമായി ഞാൻ ഒരു കവിയും മലയാളത്തിൽ അടയാളപ്പെടുത്തി കണ്ടിട്ടില്ല. ഒരു ചെറിയ ഒരു ഇതിലൂടെ ഒച്ച ലേശം കൂടിയോ എന്ന്. ചെണ്ടയാണ്, അസുരവാദ്യമാണ്, തായമ്പകയാണ്. അപ്പോൾ അവിടെ ഒച്ച ലേശം കൂടിയോ എന്ന് ചോദിക്കുന്നതിലെ ഒരു, ഇവിടെ ഇപ്പം എല്ലാ കവികളും തീർച്ചയായിട്ടും വാക്കുകൾക്കിടയിലെ, അനുഭവത്തിനിടയിലെ ഒക്കെ നിശബ്ദതയെ, അനുഭവത്തെ ആർക്കൈവ് ചെയ്യുകയും കൂടെ ആണല്ലോ കവിതയുടെ ഒരു പരമമായ ധർമ്മങ്ങളിലൊന്നും. ഇപ്പോൾ വീരൻകുട്ടി മാഷാണെങ്കിലും ശരി, വളരെ സൂക്ഷ്മമായ ജൈവികമായിട്ടുള്ള നിശബ്ദതകളെ ഒപ്പിയെടുക്കാനുള്ള ശ്രമമായി കവിതയെ കാണുമ്പോൾ, ഗിരിജയാണെങ്കിൽ ഉയിരിൻ്റെയും ഉടലിൻ്റെയും നിശബ്ദ കാമനകളെ കവിതയാക്കി എടുക്കാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടുമ്പോൾ, ഏറെ സ്വാഭാവികവും സൂക്ഷ്മവുമായ അനുഭവങ്ങളെ നേരിട്ട് നിശബ്ദതയിലേക്ക് പരിവർത്തനം ചെയ്യാനായിട്ട് ഉണ്ണിമാഷ് ശ്രമിക്കുമ്പോഴുമൊക്കെ കവികൾ തേടുന്ന സാധ്യത ഇത് തന്നെയാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ ആദ്യത്തെ ഒരു ചോദ്യം നിലനിൽക്കുന്നു. ഇങ്ങനെ ഈ ഒച്ചകളുടെ ഈ ലോകത്ത് നിശബ്ദതയുടെ ഒരു ദേശം സാധ്യമാകുമോ? സാധ്യമാകുമെങ്കിൽ അതിൻ്റെ സാധ്യതകൾ എന്താണ്? അങ്ങനെ നിശബ്ദത കൊണ്ട്, കവിതയിലെ നിശബ്ദത കൊണ്ട് തിരുത്തപ്പെടാവുന്നതിൽ ഏറെയധികം നമ്മുടെ കാലം വഷളായി പോയിട്ടില്ലേ? ഇത്തരം ചോദ്യങ്ങൾ എഴുത്തിൽ എന്നെ അലട്ടാറുണ്ട്. ഞാനത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. സ്വരജ ടീച്ചർ എത്തിയ സ്ഥിതിക്ക് മോഡറേറ്റർക്ക് ക്ഷമിക്കണം, ബ്ലോക്കിൽ പെട്ടുപോയി കുറച്ചധികം സമയം. നമുക്ക് രാജഗോപാലേട്ടൻ വളരെ നല്ല രീതിയിൽ കവിതയെക്കുറിച്ച് സംസാരിച്ച് കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ വന്നത്. കവിതയുടെ നിശബ്ദത, അല്ലെങ്കിൽ കവിതയിൽ മാത്രം സാധ്യമാകുന്നൊരു നിശബ്ദത എന്ന ആശയത്തിൽ ഊന്നിയാണ് അദ്ദേഹം പ്രധാനമായിട്ടും സംസാരിച്ചത്. നമുക്ക് പുതിയ കവിതയിലെ പുതിയ മാറ്റങ്ങളുടെ, ആഖ്യാനത്തിൻ്റെ, ഭാഷയുടെ ഒക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ആൾക്കാരാണ് നമ്മളോടൊപ്പം ഇരിക്കുന്ന ഓരോരുത്തരും. അപ്പം ഓരോരുത്തരോടായി കുറച്ച് കാര്യങ്ങൾ ചോദിക്കാമെന്നും അവർ നേരത്തെ പറഞ്ഞ പോലെ സ്വാഭാവികമായി അവരുടെ അനുഭവങ്ങളിലൂടെ കുറച്ച് നമ്മളോട് സംസാരിക്കുമെന്നാണ് വിചാരിക്കുന്നത്. ആദ്യം ഗിരിചേച്ചിയോട് തന്നെ ചോദിക്കാമെന്ന് വിചാരിച്ചു. ചേച്ചിയുടെ കവിത എപ്പോൾ വായിക്കുമ്പോഴും, ഏത് സമയത്ത് വായിക്കുമ്പോഴും, അല്ലെങ്കിൽ ചേച്ചിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു കവിത പെണ്ണുങ്ങൾ കാണാത്ത പാതിരാ നേരങ്ങളാണ്. ഒരു പക്ഷേ ഏത് സ്ത്രീയും ആ കവിതയെ പലതരത്തിൽ അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പം സ്ത്രീകൾ അങ്ങനെ പാതിര കണ്ടിട്ടുണ്ടോ, രാത്രി കണ്ടിട്ടുണ്ടോ എന്നൊക്കെയുള്ള ഒരു സംശയം എനിക്ക് പലപ്പോഴും ഉണ്ടാവാറുണ്ടായിരുന്നു. അതായത് രാത്രിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, വേദന കൊണ്ട് ഉറങ്ങാതെയോ, അല്ലെങ്കിൽ വല്ല കല്യാണം, മരണം, ഉത്സവം, ആഘോഷം, അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ പല രാത്രികൾ ഉണ്ടായിട്ടുണ്ടാവും. എന്നാൽ അതിന്നൊക്കെ വ്യത്യസ്തമാണ് ചേച്ചിയുടെ ആ കവിത. ഒരിക്കൽ 2005 മറ്റോ ആണ് അങ്ങനെ ഒരു രാത്രി എനിക്ക് വീണ് കിട്ടുന്നുണ്ടായി. ഞങ്ങളൊരു ക്യാമ്പിൽ പങ്കെടുത്താണ്, ഒട്ടും പരിചയമില്ലാത്ത സ്ഥലത്ത്, ഒട്ടും പരിചയമില്ലാത്ത ആൾക്കാരുടെ കൂടെയുള്ള ഒരു ദിവസം. അതിനുശേഷം ഈ കവിത എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് വേറൊരു തരത്തിലാണ്. ഈ കവിത വായിക്കുമ്പോൾ, പല പ്രാവശ്യം പ്രവർത്തിക്കുമ്പോൾ ഒക്കെ അത് പല രീതിയിലാണ് വരുന്നത്. എങ്ങനെയാണ് ഈ കവിതയിൽ നിശബ്ദരാക്കപ്പെട്ട സ്ത്രീകളുടെ ശബ്ദം, ഈ കവിതയിൽ നല്ല ചേച്ചിയുടെ മിക്കവാറും കവിതകളിലുണ്ട്, അത് നിശബ്ദരാക്കപ്പെട്ട സ്ത്രീകളെ ആവിഷ്കരിക്കുന്നതിൽ ഒരു വലിയ സൗന്ദര്യമുള്ള ഒരു കവിതയാണ്. അതെങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത് എന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. ഞാൻ നേരത്തെ സംസാരിച്ചത് കാരണം ഞാൻ വളരെ ചുരുക്കി 2 വരിയിൽ പറയാം. പൊതുവേ നിശബ്ദതയാണ് സ്ത്രീകളുടെ ദേശം. ബാക്കി ദേശം, പ്രദേശം തുടങ്ങിയ സങ്കല്പനങ്ങളൊക്കെ രാജഗോപാൽ പറഞ്ഞല്ലോ. എല്ലാ ദേശങ്ങളിലെയും എല്ലാ പ്രദേശങ്ങളിലെയും സ്ത്രീകളുടെ ഒരു പൊതു ദേശം നിശബ്ദതയാണെന്ന് എപ്പോഴും നമുക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് സ്ത്രീവാദം ഒക്കെ ഇത്രയും പ്രബലമായി ലോകത്തിലിപ്പോൾ സഞ്ചരിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഈ പെണ്ണുങ്ങൾ കാണാത്ത പാതിരാ നേരങ്ങളിൽ സ്ത്രീ യക്ഷിയായിട്ട് മാറുന്നത്. ഈ യക്ഷി സങ്കല്പവും പെണ്ണുങ്ങൾ കാണാത്ത പാതിരകളും തമ്മിൽ വളരെയധികം ബന്ധമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഭൗതികമായോ ലൗകികമായോ കാണാൻ കഴിയാത്തതിനെ
ഒരു പക്ഷേ മറ്റു തരത്തിൽ നമുക്ക് കാണാൻ പറ്റുമോ? അതൊരു സങ്കല്പമാണ് ശരിക്കും, പെണ്ണുങ്ങൾ കാണാത്ത പാതിരാ നേരങ്ങൾ. ഇതുപോലെ ഒറ്റയ്ക്ക് പോയി ഇരുന്ന് ഒരു പാതിര നമ്മൾ കാണുന്നില്ല എന്നുള്ളത് അതിൻ്റെ ഒരു പുറംചട്ട മാത്രമാണ്. നമുക്ക് നഷ്ടമാവുന്ന ഏകാന്തത അല്ലെങ്കിൽ നിശബ്ദത, അല്ലെങ്കിൽ ഒരേ സമയം ഏകാന്തതയിലേക്ക് നമ്മൾ കടക്കുകയും ഏകാന്തതയിൽ നിന്ന് പുറത്തേക്ക് കടക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഉൾസഞ്ചാരമാണ്. ഉള്ളിലേക്ക് നമ്മൾ കടക്കും തോറും നമുക്ക് പുറത്തേക്ക് കടക്കാനും തോന്നും. ഇതെങ്ങനെയാണിത് സമന്വയിക്കേണ്ടത് എന്ന് അറിയാത്ത ഒരു സഞ്ചാരമാണ് ആ കവിതയിൽ നിന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ തുടക്കത്തിൽ കുറേ സംസാരിച്ചായിരുന്നു, ഇപ്പം ഇത്രേ പറയുന്നുള്ളൂ. വീരാൻകുട്ടി മാഷോടാണ്. മാഷിൻ്റെ കവിതകളുടെ പല സവിശേഷതകളിൽ എനിക്ക് വളരെ ശ്രദ്ധേയമായി തോന്നിയിട്ടുള്ള ഒരു കാര്യം, അത് പല പ്രായത്തിലുള്ള ആൾക്കാർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്നതാണ്. അല്ലെങ്കിൽ പല പ്രായത്തിലുള്ള, അപ്പോൾ ചെറിയ കുട്ടികളുണ്ടാവും, കൗമാരക്കാരുണ്ടാവും, യൗവനത്തിലുള്ള ആൾക്കാർ, മുതിർന്നവർ, അങ്ങനെ ഓരോരുത്തരെയും ഓരോ തരത്തിൽ അത് സന്തോഷിപ്പിക്കുകയും ഇഷ്ടപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിലേക്ക് എത്തിക്കാൻ ഒരു പക്ഷേ അതിൻ്റെ ചെറിയൊരു രൂപം കാരണമായിട്ടുണ്ടോ എന്ന് നമുക്ക് ആലോചിക്കാവുന്നതാണ്. പൊതുവേ നമ്മുടെ ഒരു കാലം എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ വലിയ കൺസ്ട്രക്ഷൻസ്, വലിയ സ്ട്രക്ചേഴ്സ് ഒക്കെയുള്ള വലുതിൻ്റെ ഒരു കാലം കൂടിയാണ്, അല്ലെങ്കിൽ വലുതിനെ ഉദാത്തവൽക്കരിക്കുന്ന ഒരു കാലം കൂടിയാണ്. ഞാൻ പറഞ്ഞ ഉത്തരാധുനികതയുടെ ഭാഗമായിട്ടുള്ള മൈക്രോ നാരേറ്റീവ്സിൻ്റെ അങ്ങനെ അർത്ഥത്തിലല്ല, മറിച്ച് പുതിയ കാലത്ത് ഭയങ്കരമായിട്ടുള്ള വലുപ്പങ്ങളോടുള്ള ആരാധന കൂടുന്നുണ്ട്. ഏറ്റവും വലുത് എന്ത് എന്നുള്ള. അപ്പോൾ ആ വലുതുകളുടെ കാലത്ത് എങ്ങനെയാണ് ഈ ചെറുതുകളുമായിട്ട് മാഷ് കവിതയിലേക്ക് വരുന്നത്? അത് ഈ ചെറുതുകളുടെ നിശബ്ദതയുടെ ആവിഷ്കാരം അതിലുണ്ടോ എന്നൊക്കെ അറിയാൻ ഒരു ആഗ്രഹം. പ്രിയപ്പെട്ടവരെ, നിശബ്ദതയെക്കുറിച്ച് നിശബ്ദതയും കവിതയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് റൂമിയുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. കോളമൻ ബാക്സ് ട്രാൻസ്ലേറ്റ് ചെയ്ത എസെൻഷ്യൽ റൂമി എന്ന് പറയുന്ന പുസ്തകത്തിൽ ഒരു കവിതയിൽ റൂമി പറയുന്നൊരു വാക്യം, സൈലൻസ് ഈസ് എൻ ഓഷൻ, സ്പീച്ച് ഈസ് എ റിവർ. സംസാരം എന്ന് പറയുന്നത് നദിയാണെങ്കിൽ നിശബ്ദത സമുദ്രമാണ്. ഇത് യഥാർത്ഥത്തിൽ എല്ലാ കവിത എഴുതുന്ന എല്ലാവരുടെയും ഒരു ആപ്തവാക്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ശബ്ദം കൊണ്ട് മാത്രമല്ല, നിശബ്ദത കൊണ്ടുകൂടി പൂരിപ്പിക്കുന്ന ഒന്നാണ് കവിത. കവിയുടെ നിശബ്ദതയും വായനക്കാരൻ്റെ നിശബ്ദതയും ഒരു ജുഗൽബന്ദി പോലെ പ്രവർത്തിച്ചിട്ടാണ് കാവ്യ വായന പൂർത്തിയാവുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ദുർബലമായ ഒരു ജീവിതത്തിൻ്റെ പരിക്കുകളുണ്ടായിരുന്ന ഒരു ബാല്യത്തിലൂടെ കടന്നു വന്ന എനിക്ക് ഏകാന്തതയും നിശബ്ദതയും ഒക്കെ കൂട്ടായിരുന്ന ഒരു കാലത്തിൻ്റെ ശിഥിലമായ ഈ ചില്ല് കഷ്ണങ്ങൾ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ കവിതയുടെ ചെറിയൊരു രൂപം പണിയുന്നത്. അതുകൊണ്ട് ശബ്ദത്തേക്കാൾ കൂടുതൽ നിശബ്ദമാകാനും ശബ്ദബഹളങ്ങൾ നിറഞ്ഞെടുത്തു നിന്ന് ഓടിപ്പോകാനും ഒക്കെയുള്ള ഒരു പ്രവണതയാണ് വ്യക്തിപരമായിട്ട് എൻ്റെ ജീവിതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജീവിതത്തിലെ താല്പര്യം എന്ന് പറയുന്നത്. അതേതോ തരത്തിൽ കവിതയിലും പ്രതിധ്വനിക്കുന്നുണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ച ബോർഹെസിൻ്റെ ഒരു കവിതയിൽ പനിനീർപ്പൂവും എന്നെക്കുറിച്ച് പറഞ്ഞു വരുന്ന ഒരു കവിതയിൽ ഒരു മഹാകവിയുടെ കഥ പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. പനിനീർപ്പൂവിൻ്റെ ഇന്നോളം ഉണ്ടായിട്ടുള്ള പനിനീർപ്പൂവുകൾ, മിൽട്ടനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്, പനിനീർപ്പൂവും മിൽട്ടൺ എന്നാണ് ആ കവിതയുടെ പേര്. ഇന്നോളം ഉണ്ടായിട്ടുള്ള പനിനീർപ്പൂക്കളുടെ കാലത്തിൻ്റെ അടിയിൽപ്പെട്ട് പിഞ്ഞിപ്പോയ പനിനീർപ്പൂക്കളുടെ ഇടയിൽ നിന്ന് ഒരു പൂവിനെ മാത്രം ഞാൻ മറവിയിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അത് മഹാകവി മിൽട്ടൺ ഒരിക്കൽ എടുത്ത് ഉയർത്തി മുഖത്തിന് നേരെ പിടിച്ച പനിനീർപ്പൂവാണ്. നിർഭാഗ്യവശാൽ കവിക്ക് അതിനെ കാണാൻ പറ്റിയിരുന്നില്ല. ഈ കവിതയിൽ നിൻ്റെ പനിനീർപ്പൂവെ, നിൻ്റെ പൂർവ്വകാല ചരിത്രം മുഴുവൻ ശാശ്വതീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഈ മിൽട്ടന് കണ്ണ് കാണില്ലായിരുന്നു. കണ്ണ് കാണാത്ത മിൽട്ടൺ
മുഖത്തിന് നേരെ ഉയർത്തിയ ആ പനിനീർ പൂവ് ആ ഒരു നിമിഷം കൊണ്ട് അതിൻ്റെ മുഴുവൻ ഭൂതകാല ചരിത്രവും ശാശ്വതീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആ കവിതയിൽ എവിടെയോ എനിക്ക് തോന്നുന്നു നിശബ്ദത വളരെ ഗംഭീരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കവികൾ ഇങ്ങനെയാണ് പറയാതെ പറയാം. ബോർഹസിൻ്റെ മറ്റൊരു കവിതയെക്കുറിച്ച് പറയുമ്പം പറയും, കവിത ഒരു നദിയാണ്, ഒരേ സമയം നിൽക്കുന്നുണ്ട് എന്നും പോകുന്നുണ്ട് എന്നും തോന്നിപ്പിക്കുന്ന നദിയാണ് കവിത എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിൽപ്പിൻ്റെ നിശബ്ദതയും ഒഴുക്കിൻ്റെ നിശബ്ദതയും ഒരുപോലെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു മാധ്യമമായിട്ടാണ് പൊതുവെ നമ്മൾ കവിതയെ കാണുന്നത്. ഒന്ന് അങ്ങനെ. മറ്റൊന്ന് മനുഷ്യരുടെ ജീവിതത്തിലും ഈ നിശബ്ദത വളരെ പ്രധാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ്. നമ്മൾ നിശബ്ദമാക്കപ്പെടുന്ന സന്ദർഭങ്ങളുണ്ട്, നിശബ്ദത നമ്മൾ ആഗ്രഹിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു നിശബ്ദത എന്ന വാക്ക്, മൗനം എന്ന വാക്കല്ല, മൗനം ഞാൻ ഒരിക്കലും ഒരു കവിതയിൽ ഉപയോഗിച്ചിട്ടില്ല. ഞാനിങ്ങനെ നോക്കുന്നുണ്ടായി, ഞാൻ 10-600 കവിത എഴുതിയെടുത്ത് ഒരു തവണ പോലും ഞാൻ മൗനം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ നിശബ്ദത എന്നുള്ള വാക്ക് ധാരാളമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. നിശബ്ദതയുടെ റിപ്പബ്ലിക് എന്ന് പറയുന്നൊരു പുസ്തകം തന്നെ ഉണ്ട്, നിശബ്ദത എന്ന പേരിൽ കവിതയുണ്ട്. അപ്പം ഞാൻ എന്നെ തന്നെ എഴുതുന്നതിൻ്റെ ഭാഗമായിട്ടാണ്, എൻ്റെ ഉള്ളിലുള്ള നിശബ്ദതയെ എഴുതുന്നതിൻ്റെ ഭാഗമായിട്ടാണ്, എൻ്റെ തന്നെ കുട്ടിക്കാലത്തെ ചെറുതായതിൻ്റെ വ്യസനങ്ങൾ എഴുതുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചെറിയ വസ്തുക്കൾ, ചെറിയ ജീവികൾ, കുഞ്ഞുങ്ങൾ ഒക്കെ കവിതയിൽ കടന്നു വരുന്നതെന്നാണ് എൻ്റെ ഒരു ധാരണ. അതുകൊണ്ട് ഞാൻ വിരലുകളെക്കുറിച്ച് എഴുതുമ്പോൾ എനിക്ക് ചെറുവിരലിനെക്കുറിച്ച് എഴുതാനാണ് തോന്നുന്നത്. അതുപോലെ മരങ്ങളെക്കുറിച്ച് എഴുതുമ്പോൾ പുല്ലിനെക്കുറിച്ച് എഴുതുക, പറവകളെക്കുറിച്ച് എഴുതുമ്പോൾ ചിത്രശലഭത്തെക്കുറിച്ച് എഴുതുക. ഇത് ഞാൻ ബോധപൂർവം ചെയ്യുന്നതല്ല. എൻ്റെ ഉള്ളിൽ ഏതോ തരത്തിൽ ചെറുതിനോട് രൂപപ്പെട്ട ഒരു അനുതാപത്തിൻ്റെ പ്രകടനമായിട്ടായിരിക്കാം അങ്ങനെ വരുന്നത്. അതൊരു ഊഹം മാത്രമാണ്. കവിക്ക് അല്ലെങ്കിൽ എഴുതുന്നയാൾക്ക് ഇന്നതുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നൊന്നും പറയാനുള്ള യാതൊരു യോഗ്യതയുമില്ല. ആ പറയുന്നതൊന്നും ശരിയായിക്കൊള്ളൊന്നുമില്ല. കാരണം ഇതേതോ ഒരു തരത്തിലൊരു വളരെ നമുക്ക് പറഞ്ഞുകൂടാത്ത ഏതോ ഒരു അജ്ഞാത ലോകത്ത് നിന്ന് കിട്ടുന്നൊരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നതാണ് ഇതിൻ്റെ റൂട്ട് എന്നൊന്നും പറയാൻ സാധിക്കില്ല. പക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ തോന്നുകയാണ് ഞാനിങ്ങനെയൊക്കെ ആയിരുന്നല്ലോ കൊണ്ടായിരിക്കാം ഈ കവിതയും ഇങ്ങനെ പാവമായി പോയത്. ഞാൻ പാവമായതുകൊണ്ട് കവിതയും പാവമായി പോയി എന്നൊരു സമാധാനത്തിൽ എനിക്ക് എത്താനേ പറ്റുള്ളൂ. അടുത്തായിട്ട് രാജഗോപാലേട്ടനോട് ചോദിക്കാൻ വിചാരിക്കുന്നു. കവിതയിൽ വളരെ നമുക്കറിയാവുന്ന പോലെ ക്രാഫ്റ്റിൽ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരാളാണ് അദ്ദേഹം എന്ന് നമുക്ക് എപ്പോഴും അറിയാം. അദ്ദേഹം ഇങ്ങനെ ഫേസ്ബുക്ക് പേജ് ഞാനിങ്ങനെ നോക്കിയ സമയത്ത് ഒരിക്കൽ കണ്ടിരുന്നു, അമ്മ വളരെ പ്രായോഗികവാദിയായിട്ടുള്ള അമ്മ എപ്പോഴും ചോദിക്കും കവിത എഴുതിയാൽ എന്ത് കിട്ടും എന്ന് ചോദിക്കുമായിരുന്നു എന്ന്. വാസ്തവത്തിൽ ഒരുപക്ഷെ കവിതയും സാഹിത്യമൊക്കെ ഉണ്ടായ കാലം മുതൽക്ക് തന്നെ നമ്മൾ ആലോചിക്കുന്നതായിരിക്കും കവിത എഴുതിയാൽ എന്ത് കിട്ടും, അല്ലെങ്കിൽ കവിത എഴുതിയാൽ എന്താണ് കിട്ടുക, എന്തിനാണ് എഴുതുന്നത് എന്നുള്ള ചോദ്യം. അതിനെ ഈ നേരത്തെ പറഞ്ഞ നിശബ്ദത എന്നുള്ള ആശയമായിട്ട് ബന്ധിപ്പിച്ചിട്ട് ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ? വളരെ ദുഷ്കരമാണ് അതിന് മറുപടി പറയുക എന്നുള്ളത്. എന്നേക്കാൾ കൂടുതൽ എന്നെ കേൾക്കുന്നവർക്കറിയാം. കാര്യം എഴുത്തുമായിട്ടും വായനയുമായിട്ടും ബന്ധമില്ലാത്തവർ ആരും തന്നെ സദസ്സിലുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. എല്ലാവരും അതുകൊണ്ട് തന്നെ കവികളുമാണ്. കവിത ഒറ്റ വാക്കിൽ ഉത്തരം പറയണമെങ്കിൽ കവിത എഴുതിയല്ലോ എന്നൊരാശ്വാസം കിട്ടും എന്ന് വേണേൽ പറയാം. ആശ്വാസം എന്നൊരൊറ്റ വാക്കുകൊണ്ട് അതിന് വേണേൽ മറുപടി പറയാം. ഫേസ്ബുക്കിൽ കിട്ടുന്ന ലൈക്കുകളോ അല്ലെന്നുണ്ടെങ്കിൽ അത്യപൂർവമായി എവിടെ നിന്നെങ്കിലുമൊക്കെ അജ്ഞാതനായ ഒരു വായനക്കാരൻ വിളിക്കുന്നതും ഒക്കെ സന്തോഷം തന്നെ, അല്ലാന്നൊന്നും പറയുന്നില്ല. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് ഈ ആശ്വാസമാണ്. ഒരുപക്ഷെ ആ ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് എല്ലാ കവികളും എഴുതുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. കവിത കൊണ്ട് തിരുത്തപ്പെടാവുന്ന ഒരു കാര്യവും ലോകത്തില്ല എന്ന് ഉത്തമ വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ കവിത ലോകത്തെ ഏതെങ്കിലും തരത്തിൽ കീഴ്മേൽ മറിക്കുമെന്നോ ഏതെങ്കിലും പ്രശ്നത്തിന് പരിഹാരം നേടുമെന്നോ ഏറ്റവും അധമ രീതിയിൽ പരിഗണിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ നീതിക്ക് വേണ്ടി എൻ്റെ കവിത പ്രവർത്തിക്കുമെന്നോ ഒന്നുമുള്ള യാതൊരു വീരവാദങ്ങളും എനിക്കില്ല. കാര്യം അങ്ങനെയാണെങ്കിൽ ലോകം എത്രമാത്രം സുന്ദരമായിരുന്നേനെ ഇതിനകം എന്നുള്ളത് കൊണ്ട് അത്തരം വീരവാദങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സ്വകാര്യമായ ഈ ആശ്വാസത്തിന് വേണ്ടി കൂടിയാണ്
കവിത എഴുതുന്നത് ലോകത്തെ തിരുത്താനല്ല, അങ്ങനെ തിരുത്തപ്പെടും ലോകം എന്ന് യാതൊരു പ്രതീക്ഷയും ഉള്ള ആളുമല്ല ഞാൻ. നമുക്ക് സംവാദം ആരംഭിക്കേണ്ടതുണ്ട്. ഒരു ചോദ്യം ഗോവിന്ദനുണ്ണി സാറോട് കൂടി ചോദിച്ചിട്ട് നമുക്ക് അതിലേക്ക് കടക്കാം. കവിതയിൽ വളരെ നീണ്ട ഒരു നിശബ്ദത ഉണ്ടായിട്ടുണ്ട് അങ്ങയുടെ എഴുത്തിൽ. വളരെ നേരത്തെ എഴുതി തുടങ്ങി, വളരെ കുറേ കാലം നിശബ്ദത ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഈയിടെ പൂർണ്ണ ഉറൂബ് അവാർഡ് നേടിയ ആടുകളുടെ വാതിൽ എന്ന കവിതാ സമാഹാരത്തിലൂടെയാണ് പിന്നെ തിരിച്ചു വരുന്നത്. ഈ നിശബ്ദതയുടെ കാലത്ത് ലോകത്തിനുണ്ടായ മാറ്റത്തെ എങ്ങനെ കാണുന്നു? അഥവാ ആ കാലം കവിതേനെ എങ്ങനെയാണ് മാറ്റിയിട്ടുള്ളത്? ഈ നിശബ്ദ കാലം നേരിട്ടിട്ട് ഏതെങ്കിലും തരത്തിൽ എൻ്റെ ഇന്നിപ്പോൾ വന്നിട്ടുള്ള എഴുത്തിനെ സ്വാധീനിച്ചോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ എഴുതാതിരുന്ന ഒരു 14 കൊല്ലത്തോളം ഞാൻ എല്ലാ മനുഷ്യരും ലോകത്തെ നിരീക്ഷിക്കുന്നത് പോലെ തന്നെ ഞാൻ ലോകത്തെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. അത്രമാത്രമേ ഉള്ളൂ. പെട്ടെന്നൊരു ദിവസം നിന്നുപോയൊരു കവിത ആ ഒരു 14 വർഷത്തിന് ശേഷം വീണ്ടും ഉണ്ടായി. അങ്ങനെ ഒരു പുസ്തകമുണ്ടായി. കവിത നമുക്ക് വേണ്ടപ്പോൾ വരുത്താൻ സാധിക്കുന്ന ഒരു സാധനമല്ലല്ലോ, കവിത വരുന്നതല്ലേ. അപ്പോൾ അത് വരാൻ തുടങ്ങി. അപ്പോൾ തീർച്ചയായിട്ടും പുതിയ പ്രവണതകളൊക്കെ ഒരു പക്ഷേ എൻ്റെ കവിതയിൽ കൂടെ വന്നിട്ടുണ്ടാവുമോ. എൻ്റെ കവിതയെ വിലയിരുത്തിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയേണ്ടത് ഞാനല്ലല്ലോ. ശരി, നമുക്കിനി ഓപ്പൺ ആയിട്ടുള്ള ഒരു സംവാദം ആരംഭിക്കാം. സദസ്സിലുള്ളവർക്ക് ചോദ്യം ചോദിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഈ ടോപ്പിക്ക് എനിക്കത്ര അങ്ങോട്ട് മനസ്സിലായില്ല. ഏതായാലും ശ്രീ വീരാൻകുട്ടി ഒരു മറുപടി പറഞ്ഞപ്പോഴാണ് ഞാനിവിടെ ഈ സെഷനിൽ പ്രതീക്ഷിച്ച ഒരു ഉത്തരം വന്നത്. അതിനുമുമ്പ് പറഞ്ഞ ഉത്തരമൊക്കെ അത് എന്തോ ആണെന്നുള്ളത് ഇവിടെ ഇരിക്കുന്നവർ വിലയിരുത്തട്ടെ. അതായത് ആധുനിക കവികൾ അവരുടെ മനസ്സിനെ ചില ശബ്ദങ്ങളിൽ ഇറക്കി വെക്കുന്നു, എന്നിട്ട് അവർ പറയാത്ത കാര്യങ്ങൾ പഴയ ഭാഷയിൽ ധ്വനി എന്നുള്ളതാണ്. ആ ധ്വനി എന്നുള്ള വാക്ക് ഉപയോഗിക്കാതെ നിശബ്ദത ഉപയോഗിക്കുകയാണ് എന്നുള്ളത് അറിയില്ല. അപ്പം ഞാനിവിടെ വന്നത് ഇപ്പോൾ ഇന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് അറിവുള്ളവരായിട്ടുള്ള വായനക്കാർ ഊഹിച്ചു കൊള്ളും എന്ന് പറയുന്ന ആ ഒരു നിശബ്ദത, അതാണ് ആധുനിക കവിതയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് ഇനിയും വരുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പറഞ്ഞ് വ്യക്തമായിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു. ഈ ചോദ്യങ്ങളുടെ ഇടയിൽ ഓരോ കവികൾ വായിക്കുന്നത് നന്നായിരിക്കും. ആദ്യം വീരാൻകുട്ടി മാഷ്. ഒരു കവിത വായിക്കാം. കവിതയുടെ പേര് ആപ്പിളും ന്യൂട്ടണും ഒരു അസംബന്ധ കവിത. ആപ്പിളും ന്യൂട്ടണും ഒരു അസംബന്ധ കവിത. ഈ കവിതയ്ക്കൊരു ആമുഖമായിട്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഒരു കോട്ടുണ്ട്, അതുകൂടി വായിക്കാം. ഗ്രാവിറ്റേഷൻ ഈസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ പീപ്പിൾ ഫാളിങ് ഇൻ ലവ്. ഗ്രാവിറ്റേഷൻ ഈസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ പീപ്പിൾ ഫാളിങ് ഇൻ ലവ്. ഇത് ഐൻസ്റ്റീൻ്റെ കോട്ടാണ്. ഞാൻ വായിക്കാം. എങ്ങനെയാവും ഒരാപ്പിൾ കാരണം ന്യൂട്ടൺ ഇത്രയും വലിയ തത്വത്തിൽ വീണത്? അത്ഭുതം തോന്നുന്നു. അതിൽ ആശ്ചര്യപ്പെടാനൊന്നുമില്ല. തലയിൽ വീണ ആപ്പിൾ എടുത്ത് മുകളിലേക്ക് നോക്കിയ ന്യൂട്ടൺ ആപ്പിൾ മരം കണ്ടില്ല. ആ പഴം പിന്നെ എവിടെ നിന്ന്? വിണ്ണിൽ നിന്ന് വീണതാവണം. ആപ്പിളിൽ പതിഞ്ഞ പല്ലടയാളമായിരുന്നു തെളിവ്. ഏദൻ തോട്ടം ഓർമ്മയിൽ വന്നു. സ്വർഗത്തിൽ ആദ്യ കമിതാക്കൾ കടിച്ച കനി. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ആകർഷണ ബലത്തെ അതിജീവിച്ച് അനേകം പ്രകാശവർഷങ്ങൾ താണ്ടി വന്ന ജ്ഞാനപ്പഴം.
വിലക്കപ്പെട്ട കനി കൈവശം വെച്ചത് ചോദിക്കാൻ വന്ന പുരോഹിതനോട് രക്ഷപ്പെടാനായി ന്യൂട്ടൻ പറഞ്ഞ കളവാകണം ഗുരുത്വാകർഷണം. വിലക്കപ്പെട്ട കനി കൈവശം വെച്ചത് ചോദിക്കാൻ വന്ന പുരോഹിതനോട് രക്ഷപ്പെടാനായി ന്യൂട്ടൻ പറഞ്ഞ കളവാകണം ഗുരുത്വാകർഷണം. ന്യൂട്ടനെ സാധൂകരിക്കാൻ എല്ലാ വസ്തുക്കൾക്കും പിന്നീട് ഭൂമിയിലേക്ക് തന്നെ വീഴേണ്ടി വന്നു എന്നത് സത്യം. ന്യൂട്ടനെ സാധൂകരിക്കാൻ എല്ലാ വസ്തുക്കൾക്കും പിന്നീട് ഭൂമിയിലേക്ക് തന്നെ വീഴേണ്ടി വന്നു എന്നത് സത്യം. തൊടുത്തുവിട്ട അസ്ത്രം, റോക്കറ്റുകൾ, നർത്തകിയുടെ പാദങ്ങൾ, ഗുരുത്വാകർഷണ തത്വത്തെ വെല്ലുവിളിക്കാനുള്ള പിൽക്കാല ശ്രമങ്ങളെല്ലാം അതിനെ ബലപ്പെടുത്തുകയാണ് ഉണ്ടായത്. തൊടുത്തുവിട്ട അസ്ത്രം, റോക്കറ്റുകൾ, നർത്തകിയുടെ പാദങ്ങൾ, ഗുരുത്വാകർഷണ തത്വത്തെ വെല്ലുവിളിക്കാനുള്ള പിൽക്കാല ശ്രമങ്ങളെല്ലാം അതിനെ ബലപ്പെടുത്തുകയാണ് ഉണ്ടായത്. എന്നാൽ മരണാനന്തരം ഭൂമി വിട്ട് സ്വർഗത്തിലേക്ക് ഉയർന്നുയർന്നു പോകുന്ന ന്യൂട്ടൻ മുത്തച്ഛനെ കണ്ട കുട്ടിയുടെ സാക്ഷ്യവചനം വെച്ച് എനിക്ക് പറയാനാകും. എന്നാൽ മരണാനന്തരം ഭൂമി വിട്ട് സ്വർഗത്തിലേക്ക് ഉയർന്നുയർന്നു പോകുന്ന ന്യൂട്ടൻ മുത്തച്ഛനെ കണ്ട കുട്ടിയുടെ സാക്ഷ്യവചനം വെച്ച് എനിക്ക് പറയാനാകും, ഓരോ അത്ഭുതവും തുല്യവും വിപരീതവുമായ ഒരസംബന്ധതയെ ഉള്ളിൽ വഹിക്കുന്നു എന്ന്. ഓരോ അത്ഭുതവും തുല്യവും വിപരീതവുമായ ഒരസംബന്ധതയെ ഉള്ളിൽ വഹിക്കുന്നു എന്ന്. നമസ്കാരം. താങ്ക് യു. നമുക്ക് ആദ്യം കവിതകൾ കേട്ടിട്ട് ചോദ്യങ്ങളിലേക്ക് പോവാം അല്ലേ? ചിലപ്പോൾ സമയം കിട്ടിയില്ലെങ്കിലോ? അപ്പം രാജഗോപാല സാറ് കവിത. വീരൻകുട്ടി മാഷെ പോലെ ചെറിയ കവിതകൾ എനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ സമയമെടുത്താൽ അത് നീതികേടാവും. അതുകൊണ്ട് ഒരു കവിതയുടെ ഒരു ഭാഗം മാത്രം ചൊല്ലാം. വർഷങ്ങൾക്ക് മുമ്പ് ദില്ലിയിലെ പൊരിഞ്ഞു കിടക്കുന്ന വെയിലിൽ പഞ്ചാബിലെ ഗോതമ്പ് പാടങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് കർഷകർ അവരുടെ ട്രാക്ടർ ഓടിച്ച് ദില്ലിയുടെ ഹൈവേകളെ കുറുകെ കടന്ന് അവിടെ ചപ്പാത്തി ഉണ്ടാക്കി അവിടെ ജീവിച്ച് വെയിൽ കൊണ്ട്, ചൂട് കൊണ്ട്, മഞ്ഞുകൊണ്ട് സമരം ചെയ്ത ഒരു കാലത്ത് നമ്മുടെ ഞാൻ ആദ്യം പറഞ്ഞ ഈ ഒച്ചകളുടെ ലോകം അതിനെ ഒന്ന് വിളംബരപ്പെടുത്താമെന്ന് കരുതിയാൽ അതെങ്ങനെയായിരിക്കും എന്നുള്ള ഒരു സങ്കല്പത്തിൽ നിന്ന് ഉണ്ടായ കവിതയാണ് തത്സമയം. അതിൻ്റെ ഒരു ഭാഗം ഞാൻ വായിക്കും. നിശബ്ദതകളെ നമ്മൾ വീണ്ടെടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിനെ ആർക്കൈവ് ചെയ്യുന്നു, അതിനെ വിളംബരപ്പെടുത്തുന്നു, വലിയ മുഴക്കങ്ങളാക്കുന്നു എന്നൊക്കെ അവകാശപ്പെടുമ്പോഴും നമ്മുടെ രീതി എന്താണ് എന്നുള്ളത് സ്വയം ബോധ്യപ്പെട്ട ഒരു അനുഭവത്തിൻ്റെ ആവിഷ്കാരമാണ്. തത്സമയം എന്നാണ് കവിതയുടെ പേര്. നിങ്ങൾ അല്പം ശബ്ദമൊന്ന് താഴ്ത്താമോ? എങ്കിലേ ഞങ്ങൾക്ക് വ്യക്തമായി കേൾക്കൂ. ധാരണ ഭാഷയാണെന്ന് അറിയാം. നിങ്ങൾ അല്പം ശബ്ദമൊന്ന് താഴ്ത്താമോ? എങ്കിലേ ഞങ്ങൾക്ക് വ്യക്തമായി കേൾക്കൂ. മണ്ണിലുറങ്ങുന്ന വിത്തിൻ്റെ കൂർക്കം, തണ്ണിമത്തന് നീരോടും ഓളക്കം, ചോളം പുറമ്പോള ചീന്തും ഞരക്കം, നീലക്കരിമ്പിൻ്റെ വില്ലുമൂളക്കം. നിങ്ങൾ അല്പം ശബ്ദം ഒന്ന് താഴ്ത്താമോ? എങ്കിലേ ഞങ്ങൾക്ക് വ്യക്തമായി കേൾക്കും. നേരം പുലർന്നാൽ ഇവരുണ്ട് മുറ്റത്തൊരു തൊണ്ട് ചാരക്കനൽ കൊണ്ടുപോകാൻ. അതുകൊണ്ടെരിയും അയലടുപ്പെല്ലാം, അതു കാഞ്ഞ് വേഗം വെയിൽ ചാഞ്ഞു വീഴും. വിറകിന് കൊള്ളി, ഒരു പൂള് തേങ്ങ, ഒരു തിരിമുളക്, ഒരു കല്ലുപ്പ്, ഒരു പിടി താള്, ഒരു മണി മല്ലി, അതരച്ച് പ്രാതൽക്കൊരു കവിൾ കഞ്ഞി, അതു മോന്തുവാൻ വക്കുതേമ്പിയ നീലക്കരയിട്ട കവടിപ്പിഞ്ഞാണം ഒന്ന്, അതു കൊണ്ടു മൂടും അരി പഞ്ചസാര, അതുകൊണ്ടു മൂടും അരി പഞ്ചസാരയ്ക്കൊരു നീലക്കാർഡ് അടയാളം
ആധാർ. നിങ്ങൾ കഴുത്തിൽ കയർ കൊടുക്കാമോ? എങ്കിലേ ഞങ്ങൾ കണക്കിൽപ്പെടുത്തു. നിങ്ങൾ കഴുത്തിൽ കയർ കൊടുക്കാമോ? എങ്കിലേ ഞങ്ങൾ കണക്കിൽ പെടുത്തു. ഇതൊരു ഭാഗമാണ്. ഒരുപാട് വായനകൾക്ക് സാധ്യതയുള്ള വരികളാണ്. ശരിക്കും സമയം നമ്മൾ അനുവദിക്കാത്തതുകൊണ്ടാണ്. അവിടെ തന്നെ കുറേ കാര്യങ്ങൾ ചോദിക്കാനും പറയാനും ഒക്കെ നമുക്കുണ്ടായിരുന്നു. അടുത്തത് ഗിരിജേച്ചി. നിശബ്ദതയുടെ ഒരു കാര്യം ശബ്ദം കൊണ്ട് മാത്രം അത് പറയാൻ പറ്റുള്ളൂ എന്നാണല്ലോ. നിശബ്ദത എന്ന് പറയണമെങ്കിലും ശബ്ദം വേണം. ഇതും എൻ്റെ ഒരു നീണ്ട കവിതയുണ്ട്, ഉറങ്ങുന്ന സുന്ദരി. ഇതേപോലെ ഉറക്കവും നിശബ്ദതയുള്ള കുറേ ഖണ്ഡങ്ങളാണ്. അതിൽ റിപ്പുവാൻ വിങ്കിൾ എന്ന് പറഞ്ഞ ആ ഖണ്ഡം വായിക്കാം, ചെറിയതാണ്. റിപ്പുവാൻ വിങ്കിൾ പലപാട് രീതികളിൽ പല ഭാഷകളിലും പ്രചരിച്ച ഒരു കഥയാണിത്. ഈ പേരുള്ള നായകൻ ഒരുപാട് കാലം ഉറങ്ങി, 1 നൂറ്റാണ്ട്. എണീക്കുമ്പോൾ തനിക്ക് പരിചിതമായതെല്ലാം മാറിപ്പോയതായി കാണുന്നു. വീഞ്ഞു കുടിച്ചോ മാന്ത്രികപ്പഴങ്ങൾ തിന്നോ മറ്റോ ആണ് റിപ്പുവാൻ വിങ്കിൾ ഉറങ്ങിപ്പോകുന്നത്. അത് അതിൻ്റെ തുടക്കത്തിലുള്ള ഒരു കുറിപ്പാണ്. ഉറങ്ങി പണ്ടൊരുവൻ അന്തമെഴാതെ എങ്ങനെയെന്നോ, അതൊരു ഡിസംബർ. മഞ്ഞിൽ മൂടും വഴികളിലൂടെ നടന്നു, കുതിക്കും മുയലുകൾ പോകും വഴി. അല്ലെങ്കിൽ തീയിന്നിത്തിരി വിറകുണ്ടാക്കാൻ കാട്. വെളുത്ത ഹിമാവരണത്താൽ മൂടി ഉറഞ്ഞൊരു യുവവിധവ. ഇരുട്ട് മഞ്ഞിനോടിഴുകിച്ചേരും കറുപ്പു നിറമാണുടയാട. ഒരു മുയൽ അസ്ത്രം പോലെ കാട്ടിൻ മടിയിൽ പോയി ഒളിച്ചു. മഞ്ഞക്കീരികൾ കരടികളെല്ലാം അകലത്തേക്ക് കുതിച്ചു. അവനും തോന്നി പോകാനൊരു കൊതി. കാടിൻ കരളു വിളിക്കും പോലൊരു മഞ്ഞിഷ്ടക്കിളി കടുനിറമായി ചൂളം വിളിയൊടു വിളി. കാടിനു കാണാത്തൊരു ലാസ്യം. ഇലയില്ലാഞ്ഞും നിഴലുകൾ ലാവിൽ ഇലകൾ പോലെ തിളങ്ങി. പൂവില്ലാഞ്ഞും പൂമണമേതോ കോണിൽ നിന്ന് പടർന്നു. പഴമില്ലാഞ്ഞും പഴനീർ രുചികൾ വെറുതെ വായിൽ നിറഞ്ഞു. ദൂരെ ദൂരേക്കുള്ളിലുമുള്ളിൽ പോവുകയാണവൻ. ഒരു രതിയുടെ താളം പോലെ, മെരുക്കാനാവാ കൊതിയെപ്പോലെ ഉടലുടൻ അങ്ങനെ കുതി കൊള്ളുകയല്ലോ കാടിൻ കരളിൽ. വെട്ടം മെല്ലെ മങ്ങി മയങ്ങി ഇരുട്ടായി. എൻ്റെ കുറച്ച് വരി ഇടയ്ക്ക് വിട്ടിട്ടുണ്ട്. വെട്ടം മെല്ലെ മങ്ങി മയങ്ങി ഇരുട്ടായി താഴുന്നു റിപ്പുവാൻ വിങ്കിൾ. ആണ്ടുകൾ എത്ര കഴിഞ്ഞു. മഞ്ഞിൻ മുല്ലപ്പന്തലുമായി ഡിസംബർ വന്നു മറഞ്ഞു പലവട്ടം. പുല്ലിൽ വീണ്ടും പൂത്തു തളിർത്തു തവിട്ടായി വാടി മുളച്ച് പടർന്നൊരു പുല്ലിൽ കരിയില മൂടിക്കാറ്റ്. പറത്താൻ പലപാടൂതി പൊടി മൂടി തേരട്ടകൾ തവളകൾ തേളച്ചിലന്തികൾ പലവട്ടം താവളമാക്കിയിട്ടങ്ങനെ പോയത് 10 100 കൊല്ലം. ഓർമ്മ കലങ്ങി മറിഞ്ഞതുപോലെ പോകാം നേരം വൈകി. ഇത്രയാണ് വായിക്കുന്നത്. ശരിക്കും നേരം വൈകി. അതിലൊരു തന്നിഷ്ടക്കിളി എന്നുള്ളൊരു വാക്ക് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള കുറേ വാക്കുകൾ ചേച്ചിയുടെ കവിതയിൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഗോവിന്ദനുണ്ണി സാറിൻ്റെ കവിതയിലേക്ക് പോവാം. ഹോർത്തൂസ് വേദിയിൽ കവിത അവതരിപ്പിക്കാൻ അവസരം തന്ന മലയാള മനോരമയ്ക്ക് ആദ്യമായിട്ട് നന്ദി പറയുന്നു. കവിത വായിക്കാം. കവിതയുടെ പേര് ആവിഷ്കാരം. പതുക്കെ പതുക്കെ ഇളകിമറിയുന്ന സമയം കടന്നു. മുതലയെപ്പോലെ കര കയറിക്കിടന്നു. എത്ര കാലം സാധിക്കും ഒരാശയത്തിന് ഇതേ മട്ടിൽ ഇരുട്ടും പുതച്ച് പാത്തുകിടക്കാൻ? നരച്ചു വെളുത്ത് പകൽ പോലെ തെളിഞ്ഞ് പെരുമ്പുഴയുടെ മണലത്ത് എന്നെങ്കിലും അതിന് ജീവൻ്റെ ചൂട് വയ്ക്കില്ലേ? നഗ്നത തന്നെയാണ് നല്ലത്, അതിന് അർത്ഥവ്യക്തത കൂടി ഉണ്ടെന്നിരിക്കെ. മുതല, ഈർച്ചവാൾ, കൈപ്പയ്ക്ക, കത്തി, കാട്, അടുക്കള, ബന്ധിപ്പിക്കാവുന്ന കണ്ണികൾ, രൂപപ്പെടുത്താവുന്ന സിദ്ധാന്ത സാധ്യതകൾ. മുതല മരിച്ചിട്ടില്ല, മയങ്ങുകയാവാം. ഈർച്ചവാൾ
അതിന് മുതലയുടെ മുതുകത്ത് മലർന്ന് വെയിലേറ്റ് മൂർച്ച കൂടാം. കൈപ്പയ്ക്കയ്ക്ക് ഒരു മുതല തന്നെയാവാം. ഏതു ചെറിയ അടുക്കളയിലും എല്ലാറ്റിനും വേവാം. സമയം കടന്നു എന്നതിനാൽ ഇപ്പോൾ ആകമൊത്തം അവ്യക്തതകളായി, വിരുദ്ധതകളായി, എല്ലാം അസാധ്യതകളായി. അവസാനിപ്പിക്കേണ്ടി വരും മുതലയെ അനക്കമറ്റ കിടപ്പിൽ. ഇളകിമറിയുന്ന അബോധത്തിൽ പഴുത്ത കയ്പയ്ക്ക, ഉള്ളിൽ വിത്തുകളിലൊട്ടുന്ന കുറുക്കുചോര, പല്ലടർന്ന പഴകിത്തേഞ്ഞ ഈർച്ചവാൾ, സാരശൂന്യമായ ഒരാശയം പോലെ വെണ്ണീറു ചത്ത കരിപുരണ്ട ഒരടുക്കള, ഉണർന്ന മട്ടിൽ, ഉറങ്ങുന്ന മട്ടിൽ എല്ലാം സ്വപ്നങ്ങളായി കാണുന്നു ശൂന്യതയുടെ ആവിഷ്കാരത്തിൽ. നന്ദി. അടുക്കള, ഈർച്ചവാള്, കൈപ്പയ്ക്ക, മുതല, അതിനൊക്കെയുള്ള ഷാർപ്നെസ് വളരെ മനോഹരമായിട്ട് അതിൻ്റെ പല കാലങ്ങളെയും കൂടി അവതരിപ്പിക്കുന്ന ഒരു കവിതയായിരുന്നു. നമുക്ക് സമയം ഏകദേശം കഴിഞ്ഞതുകൊണ്ട് നിർത്താം. വളരെ അത്യാവശ്യമായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ മാത്രം. നിശബ്ദതയുടെ ഇത് പറയുമ്പോൾ വീരാൻകുട്ടി മാഷ് പറഞ്ഞ പോലെ തന്നെ ആറ്റൂരിൻ്റെ ഒരു കവിതയിലേക്കാണ് എൻ്റെ ശ്രദ്ധ പോകുന്നത്. ആറ്റൂർ പറയുന്നു, ഒരു പെണ്ണിൻ തല അവൾക്ക് കിടച്ചുവെങ്കിലും അതിൻ്റെ കാതിന്മേൽ കടലിരമ്പിയില്ല, തിര തുളുമ്പിയില്ല. ഇന്നും ആ ഇതിൽ നിന്ന് ഒട്ടും മാറിയിട്ടില്ല. ഒരു കുറ്റിച്ചോല്, ഞടുങ്ങിയ വക്കാർന്നൊരു കഞ്ഞിപ്പാത്രം, അത്തരത്തിലൊരു പ്രമേയം നമ്മൾ ഇന്നും സ്ത്രീയുടെ അസ്തിത്വം ഇന്നും അങ്ങനെ തന്നെ നിൽക്കുമ്പോഴും ഈ വേറൊന്നുകൂടി പറയാൻ രാജഗോപാൽ സാർ പറഞ്ഞ പോലെ തന്നെ ഇന്ന് അന്തക വിത്തുകൾ വിത്ത് ബില്ല് വന്നുകൊണ്ടിരിക്കുക പാർലമെൻറ്റിൽ. അതിനെ സംബന്ധിച്ച് ആ കവിത വളരെ പ്രസക്തമാണെന്ന്. അത്തരത്തിലുള്ള നിശബ്ദത പ്രതിധ്വനിക്കുന്നത്, നമ്മളെ മുഴക്കം ഉള്ള നിശബ്ദത ഇനിയും കവിത വലിയ വരേണ്ടതല്ല. അത്തരത്തിലുള്ള കവിത എഴുതാൻ എന്തുകൊണ്ട് ഇത്തരം കവിതകൾ ഇപ്പോൾ വരുന്നില്ല എന്നുള്ള ചോദ്യമാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതാരെങ്കിലും മറുപടി പറയേണ്ട ചോദ്യം അല്ലാത്തത് കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. രാജഗോപാൽ മാഷ്. കവിത എഴുത്തിലും വായനയിലും കവിത പരാജയപ്പെടാം. അപ്പോൾ എഴുത്തിൽ പരമാവധി ഞങ്ങളൊക്കെ തന്നെ ഈ മുഴക്കങ്ങൾക്ക് വേണ്ടിയാണ് ഈ നിശബ്ദതയെ ഉയർത്തിക്കാട്ടാനാണ് ശ്രമിക്കുന്നത്. വായനയിലും ഈ നിശബ്ദത കൊണ്ട് മാത്രം തൊടാവുന്ന ഒന്നാണ് നിശബ്ദത എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഞങ്ങളുടെ വരികൾക്കിടയിലെ നിശബ്ദതയെ വായനയിലെ നിശബ്ദത കൊണ്ട് ഒരു കാന്തം കൊണ്ടെന്ന പോലെ തൊട്ട് എടുക്കുമ്പോഴാണ് കവിത വലുതാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വായനകളും ഉണ്ടാകട്ടെ, ഞങ്ങൾക്ക് കൂടുതൽ ഫലപ്രദമായി ഈ നിശബ്ദതയെ മുഴക്കി കേൾപ്പിക്കാൻ കഴിയുകയും ചെയ്യട്ടെ. നിശബ്ദതയെക്കുറിച്ച് വളരെ ആഴത്തിൽ ചിന്തിക്കാനിടയായ കുറച്ച് സമയമാണ് നമുക്ക് കിട്ടിയത്. വാസ്തവത്തിൽ കവികളുടെ നിശബ്ദത വായനക്കാർ പൂരിപ്പിക്കുമ്പോഴാണ് ഏത് വായനയും സാർത്ഥകമാകുന്നത്. അത്തരത്തിലുള്ള നിശബ്ദതകൾ പൂരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വായനയിൽ ഇനിയും ഉണ്ടാവട്ടെ. അതിനുള്ളൊരു അവസരമായിട്ട് ഈ ഒരു ചർച്ച തുടങ്ങട്ടെ എന്നുള്ള ഒരു ആഗ്രഹത്തോടെ നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. താങ്ക് യു.